ഹായ്. നമ്മൾ ഇന്നൊരു ചെറിയ ചിക്കൻ കറി വെക്കാൻ പോവാണ്. ചെറിയ ചിക്കൻ കറി എന്ന് ഉദ്ദേശിച്ചത് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണയൊഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സവോളയാണ്. ഒരു 3 മീഡിയം സൈസ് സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമ്മുടെ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത സവോളയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോപ്പ് എടുത്തത്. അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ അത് ചോപ്പ് ചെയ്തെടുത്തു. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവോള ആ, വഴറ്റാനായിട്ട് നമ്മൾ വെച്ചേക്കാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ അത് വേഗം വഴന്ന് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു അത്യാവശ്യം ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിനൊപ്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി നമ്മൾ വെക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്നൊക്കെ കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് വേഗം എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും നമ്മൾ ചേർത്തു. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ കുത്തലൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി നേരം കൂടെ നമ്മൾ ഒന്ന് വഴ വഴറ്റിയെടുക്കാം. കറിവേപ്പില നല്ല രസമല്ലേ കറിവേപ്പില ഇങ്ങനെ കറിയിൽ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അത് കിടക്കുന്നത് കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. കറിവേപ്പില ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെയൊക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഞാനാണെങ്കിൽ ഈ കറിയിലുള്ള കറിവേപ്പിലയൊന്നും എടുത്ത് കളയില്ല. ഞാനത് കഴിക്കും. നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനത് കഴിക്കുന്നത്. ആ, ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 3½ സ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്തു. 3½ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തു. ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ ഞാൻ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മുടെ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഒന്നുമല്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തു. എന്നിട്ട് ഇളക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ കമ്പനികളുടെ മീറ്റ് മസാലകളും ചിക്കൻ മസാലകളും ഒക്കെ ഉണ്ട്. എന്നാലും അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്കിങ്ങനെ മുളക് പൊടിയൊക്കെ ചേർത്ത് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു മസാല തയ്യാറാക്കുന്നതിനോടാണ് താല്പര്യം. നമ്മുടെ രുചി ഉണ്ടാവുന്നത് ഇങ്ങനെ ചേർക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ ആ കണക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീറ്റ് മസാലയും ചിക്കൻ മസാലയൊക്കെ ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്കിത് തോന്നാറുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയൊന്ന് തെളിയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ആ കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് കുറച്ച് നേരം അതൊന്നിട്ട് വഴറ്റിയെടുക്കാം. ആ മസാലയും ചിക്കനും തമ്മിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ചിക്കനിലോട്ട് ആ മസാലയൊക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ആദ്യമായിട്ടാണ് ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു വീഡിയോ ഇടുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഗ്രേവി ഞാൻ ആക്കുന്നില്ല. നമുക്ക് രാവിലെ ഇപ്പോൾ കഴിക്കാനായിട്ട് പൊറോട്ടയും ചപ്പാത്തിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സെമി ഗ്രേവി മതി. ഒരുപാട് അങ്ങോട്ട് ചാറായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു സെമി ഗ്രേവിക്കുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് അത്യാവശ്യം നല്ല ചാറോട് കൂടി റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബൈ ബൈ.